ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിസി ഓൺലൈൻ ബൈബിൾ ക്വിസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. നമ്മുടെ ഈ ബൈബിൾ ക്വിസിൽ പുതുതായിട്ട് പങ്കെടുക്കുന്ന ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെ അറിവിലേക്കായിട്ടൊന്ന് പറയട്ടെ. നമ്മുടെ ഉത്തരങ്ങൾ അയക്കേണ്ടത് ഈ വീഡിയോയ്ക്ക് താഴെ തന്നെയാണ് ഉത്തരങ്ങൾ അയക്കേണ്ടത്. അതുപോലെ തന്നെ ഉത്തരങ്ങൾ അയക്കുവാനുള്ള സമയം ഒരു ദിവസമാണ്. അതായത് തിങ്കളാഴ്ച ചോദിക്കുന്ന ചോദ്യത്തിന് ചൊവ്വാഴ്ച വൈകിട്ട് 5 മണി വരെയും, വ്യാഴാഴ്ച ചോദിക്കുന്ന ചോദ്യത്തിന് വെള്ളിയാഴ്ച വൈകിട്ട് 5 മണി വരെയുമാണ് സമയം. ആഴ്ചയിൽ 2 ദിവസമാണ് നമ്മുടെ ബൈബിൾ ക്വിസ് ഉള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിനുള്ള മറുപടി സാവകാശം സമയം കിട്ടുന്നതനുസരിച്ച് തരുന്നതായിരിക്കും. എന്തെങ്കിലും സംശയമുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഖത്തറിലെ നമ്പറാണ്, അതുകൊണ്ട് നിങ്ങൾ വേറെ കോഡൊന്നും ചേർക്കേണ്ട. ഇന്ത്യയിലെ നമ്പറല്ല. അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. വേഗത്തിൽ തന്നെ നമുക്ക് നമ്മുടെ ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇന്നത്തെ ചോദ്യം അപ്പോസ്തല പ്രവൃത്തി 21 മുതൽ 28 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്: പൗലോസ് ജനക്കൂട്ടത്തോട് സംസാരിച്ച ഭാഷ ഏതാണ്? ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എ ഗ്രീക്ക് ഭാഷ, ഓപ്ഷൻ ബി ലാറ്റിൻ ഭാഷ, ഓപ്ഷൻ സി എബ്രായ ഭാഷ. ചോദ്യം ഒരിക്കൽ കൂടി പറയാം. പൗലോസ് ജനക്കൂട്ടത്തോട് സംസാരിച്ച ഭാഷ ഏതാണ്? ഓപ്ഷൻ എ ഗ്രീക്ക് ഭാഷ, ഓപ്ഷൻ ബി ലാറ്റിൻ ഭാഷ, ഓപ്ഷൻ സി എബ്രായ ഭാഷ. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: പൗലോസിനെ റോമിലേക്ക് കൊണ്ടുപോയ സൈന്യാധിപൻ ആരാണ്? ഓപ്ഷൻ എ കൊർന്നേലിയോസ്, ഓപ്ഷൻ ബി യൂലിയോസ്, ഓപ്ഷൻ സി ക്ലൗദോസ്. ചോദ്യം ഒരിക്കൽ കൂടി പറയാം. പൗലോസിനെ റോമിലേക്ക് കൊണ്ടുപോയ സൈന്യാധിപൻ ആരാണ്? ഓപ്ഷൻ എ കൊർന്നേലിയോസ്, ഓപ്ഷൻ ബി യൂലിയാസ്, ഓപ്ഷൻ സി ക്ലൗദോസ്. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: റോമിൽ പൗലോസ് എത്ര വർഷം പാർത്തു? ഓപ്ഷൻ എ 1 വർഷം, ഓപ്ഷൻ ബി 2 വർഷം, ഓപ്ഷൻ സി 3 വർഷം. ചോദ്യം ഒന്നുകൂടി പറയാം. റോമിൽ പൗലോസ് എത്ര വർഷം പാർത്തു? ഓപ്ഷൻ എ 1 വർഷം, ഓപ്ഷൻ ബി 2 വർഷം, ഓപ്ഷൻ സി 3 വർഷം. നാലാമത്തെ ചോദ്യം: ഗൂഢാലോചന ആരാണ് വെളിപ്പെടുത്തിയത്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ഗൂഢാലോചന ആരാണ് വെളിപ്പെടുത്തിയത്? അഞ്ചാമത്തെ ചോദ്യം: ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് ആരാണെന്ന് ചോദിച്ചത് ആരാണ്? ആരോടാണ് ചോദിച്ചത്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് ആരാണെന്ന് ചോദിച്ചത് ആരാണ്? ആരോടാണ് ചോദിച്ചത്? എല്ലാവർക്കും കൺഫ്യൂഷനായോ? ശ്രദ്ധിച്ചൊന്ന് ചോദ്യം കേൾക്കുക. ആറാമത്തെ ചോദ്യം ഇതാണ്: പൗലോസിന്റെ ചിന്ത എന്തായിരുന്നു? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. പൗലോസിന്റെ ചിന്ത എന്തായിരുന്നു? ഏഴാമത്തെ ചോദ്യം: ആരോപിച്ചു, നിഷേധിച്ചു, തെളിയിക്കാൻ കഴിഞ്ഞില്ല, എന്താണ്? ചോദ്യം ഒന്നുകൂടി പറയാം. ആരോപിച്ചു, നിഷേധിച്ചു, തെളിയിക്കാൻ കഴിഞ്ഞില്ല, എന്താണ്? എട്ടാമത്തെ ചോദ്യം: ജന്മഭൂമി ഉണ്ടായിരുന്നത് ആർക്കാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ജന്മഭൂമി ഉണ്ടായിരുന്നത് ആർക്കാണ്? ഒൻപതാമത്തെ ചോദ്യം: യെരുശലേമിൽ പൗലോസിനെതിരെ ഉയർന്ന പ്രധാന ആരോപണം എന്തായിരുന്നു? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. യെരുശലേമിൽ പൗലോസിനെതിരെ ഉയർന്ന പ്രധാന ആരോപണം എന്തായിരുന്നു? പത്താമത്തെ ചോദ്യം, അവസാന ചോദ്യമാണ്: ഈ പാഠഭാഗത്ത് കാണുന്ന കപ്പലുകൾ ഏവ? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ഈ പാഠഭാഗത്ത് കാണുന്ന കപ്പലുകൾ ഏവ? പല കപ്പലുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആ കപ്പലുകളുടെയൊക്കെ പേരാണ് എഴുതേണ്ടത്. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ. ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. വേഗത്തിൽ തന്നെ ഉത്തരങ്ങൾ അയക്കുവാനായിട്ട് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 11 മുതൽ 20 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നായിരുന്നു. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: അന്ത്യോക്യ സഭയിലേക്ക് യെരുശലേം സഭ ആരെയാണ് അയച്ചത്? ഇതിന്റെ ശരിയായ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ബർന്നബാസ്. 11:22. രണ്ടാമത്തെ ചോദ്യം: പൗലോസും ശീലാസും തടവിലായത് എന്തുകൊണ്ടാണ്? ഉത്തരം ഇതാണ്, ഓപ്ഷൻ ബി, ഭൂതത്തെ പുറത്താക്കിയതിനാൽ. 16:16 മുതൽ 24 വരെ. മൂന്നാമത്തെ ചോദ്യം: എഫെസോസിൽ യോഹന്നാന്റെ സ്നാനം മാത്രം അറിഞ്ഞിരുന്ന ശിഷ്യന്മാരുടെ എണ്ണം എത്രയാണ്?
ഉത്തരം ഇതാണ്, ഓപ്ഷൻ സി 12. പ്രവർത്തികൾ 19:7. നാലാമത്തെ ചോദ്യം ഇതായിരുന്നു, കാഴ്ച നഷ്ടപ്പെട്ടത് മൂലം വിശ്വാസമുണ്ടായത് ആർക്കാണ്? ഉത്തരം ഇതാണ്, ദേശാധിപതിക്ക്. 13:12. അഞ്ചാമത്തെ ചോദ്യം, പൗലോസ് കൊരിന്ത്യയിൽ എത്ര കാലം പാർത്തു? ഉത്തരം ഇതാണ്, 1 വർഷവും 6 മാസവും. 18:11. ആറാമത്തെ ചോദ്യം, തീയിട്ട പുസ്തകത്തിന്റെ വില എത്രയാണ്? 19:19 നമുക്ക് കാണാം, ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങൾ കൊണ്ടുവന്ന് എല്ലാവരും കാണുക ചുട്ടുകളഞ്ഞു. അവയുടെ വില കണക്ക് കൂട്ടിയാറെ 50,000 വെള്ളിക്കാശ് എന്ന് കണ്ടു. അപ്പോൾ അതിന്റെ വില 50,000 വെള്ളിക്കാശാണ്. ഏഴാമത്തെ ചോദ്യം, മനുഷ്യരോടുള്ള ദൈവത്തിന്റെ കൽപ്പന എന്താണ്? പ്രവർത്തികൾ 17:30 ഇങ്ങനെ കാണാം, എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം എന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. അപ്പോൾ മാനസാന്തരമാണ് ദൈവം കൽപ്പിക്കുന്നത്. എട്ടാമത്തെ ചോദ്യം ഇതാണ്, പൗലോസിന്റെ പേര് ശൗൽ എന്നതിൽ നിന്ന് മാറ്റി പൗലോസ് എന്ന് ആദ്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ഥലം ഏതാണ്? ഉത്തരം ഇതാണ്, പാഫോസിൽ വെച്ചാണ്. പ്രവർത്തികൾ 13:9. ഒൻപതാമത്തെ ചോദ്യം, സുവിശേഷങ്ങളിൽ നേരിട്ട് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും പൗലോസ് കർത്താവിൻ്റെ വാക്കായി ഉദ്ധരിച്ചിരിക്കുന്ന പ്രസ്താവന ഏതാണ്? ഉത്തരം ഇതാണ്, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം. പ്രവർത്തികൾ 20:35. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവായ യേശു താൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുകയും വേണ്ടതെന്ന് ഞാൻ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു. പത്താമത്തെ ചോദ്യം, പൗലോസ് ആംഗ്യം കാട്ടിയത് എവിടെ? വസ്ത്രം കുടഞ്ഞത് എവിടെയാണ്? ഉത്തരം ഇതാണ്, ആംഗ്യം കാട്ടിയത് പ്രവർത്തികൾ 13:14 കാണാം. പിസിദ്യ ദേശത്തിലെ അന്ത്യോക്യയിലെ പള്ളിയിൽ വസ്ത്രം കുടഞ്ഞത് കൊരിന്തോസ് നഗരത്തിൽ. പ്രവർത്തികൾ 18:1-6 വാക്യങ്ങൾ. ഇത്രയുമാണ് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഉത്തരങ്ങൾ അയച്ച എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ അയച്ചവർ ആരൊക്കെയാണെന്ന് നോക്കാം. ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ഡെൻസി ജോൺസൺ, സിസ്റ്റർ ഷീജ സണ്ണി, സിസ്റ്റർ സൂസൻ ജെയിംസ്, സിസ്റ്റർ ബീന ബോസ്, സിസ്റ്റർ ആനി മാത്യു, സിസ്റ്റർ ലിസ സുമോദ്, സിസ്റ്റർ ഗീതു ജസ്റ്റിൻ, സിസ്റ്റർ എലിസബത്ത് സാം, സിസ്റ്റർ ഡൈജി ബിനു, ബ്രദർ ജോർജ് ടി ജി, സിസ്റ്റർ സൂസൻ ജെയിംസ്, സിസ്റ്റർ സാലി ജോസഫ്, സിസ്റ്റർ ശോശമ്മ കുര്യാക്കോസ്. ബ്രദർ ബിന്നി ബേബി ചോദിച്ചിട്ടുണ്ട്, ബ്രദർ ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ ഇതിനകത്ത് തന്നെ ഉള്ളതാണോ? തീർച്ചയായിട്ടും നമ്മൾ 1 മുതൽ 10 വരെയുള്ള അധ്യായം എന്ന് പറഞ്ഞാൽ അതിനകത്ത് നിന്നേ ചോദ്യങ്ങൾ ചോദിക്കുകയുള്ളൂ. അല്ലാതെ ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ ആ പോർഷൻ വിട്ടിട്ട് മറ്റൊരു അധ്യായത്തിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുകയില്ല. മനസ്സിലായെന്ന് കരുതുന്നു. സിസ്റ്റർ റെജിമോൾ, സിസ്റ്റർ ബീനാമി, ബ്രദർ മാത്യു മില്ലൻ, സിസ്റ്റർ അഞ്ജുമി, സിസ്റ്റർ സുമ പ്രസാദ്, സിസ്റ്റർ ഗീതമ്മ രാജു, സിസ്റ്റർ പ്രേംകുമാരി, സിസ്റ്റർ പ്രവീണ സുനിൽ, സിസ്റ്റർ ജയ വിനേഷ്, സിസ്റ്റർ ഡാലി ജയൻ, സിസ്റ്റർ ജയ സാമുവൽ, സിസ്റ്റർ ലിഥി തോമസ്, സിസ്റ്റർ പ്രവീണ സുനിൽ, സിസ്റ്റർ ജലജ, സിസ്റ്റർ ജയവല്ലി, സിസ്റ്റർ സാസിക, സിസ്റ്റർ ജെസ്സി ആൻ്റണി, സിസ്റ്റർ ബിൻസി ജേക്കബ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ നെയിം ഇല്ല എന്ന്. കഴിഞ്ഞ പ്രാവശ്യം ഉത്തരങ്ങൾ അയച്ചവരുടെ പേരിൻ്റെ കൂട്ടത്തിൽ സിസ്റ്ററിൻ്റെ പേരും പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ശ്രദ്ധിച്ചൊന്ന് കാണുക. സിസ്റ്റർ ആശ എ, സിസ്റ്റർ അനു ജോസ്, സിസ്റ്റർ ലിസി സണ്ണി, സിസ്റ്റർ പ്യാരി അജി. സിസ്റ്റർ ലിസി സണ്ണി പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യൻ 4ൻ്റെ ആൻസറിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, സോറി. ആൻസർ ദേശാധിപതി 13:12. തീർച്ചയായിട്ടും ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും വന്നെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ ദയവായിട്ടത് എഡിറ്റ് ചെയ്ത് വീണ്ടും അയക്കാതിരിക്കുക. ഒരു പ്രാവശ്യമാണ് നമുക്ക് ഉത്തരങ്ങൾ അയക്കുവാനുള്ള സമയം. ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ നമുക്കത് മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അതിനെപ്പറ്റി ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. സിസ്റ്റർ ഷേർലി തോമസ്, സിസ്റ്റർ ഷിമ കോവളം, സിസ്റ്റർ സൂസമ്മ തോമസ്, സിസ്റ്റർ നാൻസി, സിസ്റ്റർ അനുഷ ഷിഹാബുദ്ദീൻ, സിസ്റ്റർ സാറാമ്മ ഡേവിഡ്,
സിസ്റ്റർ സാറാമ്മ ഡേവിഡ്, ദയവായിട്ട് എല്ലാ ആൻസറും ഒരുമിച്ച് അയക്കുവാനായിട്ട് ശ്രമിക്കുക. സിസ്റ്റർ ലിജിമോൾ കെ ചാണ്ടി പറഞ്ഞിട്ടുണ്ട്, ബൈബിൾ ക്വിസ് എനിക്ക് വളരെ അനുഗ്രഹമാണ്. ബൈബിൾ വളരെ ശ്രദ്ധിച്ച് വായിക്കുവാൻ സാധിക്കുന്നു. ട്രിക്കി ക്വസ്റ്റ്യൻ ഇടയ്ക്ക് ചോദിക്കണം. ഗോഡ് ബ്ലസ് യു. സിസ്റ്ററേയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ട്രിക്കി ക്വസ്റ്റ്യൻ പ്രായമുള്ള ഒത്തിരി പേരൊക്കെ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നതുകൊണ്ടാണ് ട്രിക്കി ക്വസ്റ്റ്യൻ നമ്മൾ പരമാവധി ഒഴിവാക്കുന്നത്. എങ്കിലും ഇടയ്ക്കൊക്കെ സമയം കിട്ടുന്നത് പോലെയും ചോദിക്കാൻ ശ്രമിക്കാം. സിസ്റ്റർ ജിമ്മി മാത്യു, സിസ്റ്റർ ഗീത വർഗീസ്, സിസ്റ്റർ മോളി ജേക്കബ്, സിസ്റ്റർ ആലീസ് യോഹന്നാൻ, സിസ്റ്റർ സാൻഡി പൊന്നച്ചൻ, സിസ്റ്റർ റെനി സാം, സിസ്റ്റർ ട്രീസ പോൾ, സിസ്റ്റർ ലിസി വിൻസെൻറ്റ്, സിസ്റ്റർ ജുവാന തോമസ്, ബ്രദർ ബിന്നി ബേബി, സിസ്റ്റർ സുജ കുര്യൻ, സിസ്റ്റർ സുനിത ഷാജി, സിസ്റ്റർ ആൻസി ജോൺ, സിസ്റ്റർ ഷീബ ജോബി, സിസ്റ്റർ സുജ ജെയിംസ്, സിസ്റ്റർ പൊന്നമ്മ രാജു, സിസ്റ്റർ അന്നമ്മ, സിസ്റ്റർ സാറാമ്മ ജോസഫ്, സിസ്റ്റർ ബീന ജോർജ് പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ആഴ്ചത്തെ 8ാമത്തെ ക്വസ്റ്റ്യൻ 3 പേരുള്ള ശിഷ്യനാണോ ബർശേബ എന്ന യോസഫ്? ബർശേബ എന്ന യോസഫിനെയും മത്യാസിനെയും കൂടെയാണ് യൂദയുടെ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുവാനായിട്ട് ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ കൂട്ടുവാനായിട്ട് ആദ്യം അവർ എണ്ണിയത്. എന്നാൽ ചീട്ട് മത്യാസിന് വീണതുകൊണ്ടാണ് ബർശേബ എന്ന യോസഫ് ഒഴിവാക്കപ്പെട്ടത്. അവർ യേശുവിൻ്റെ ശിഷ്യന്മാർ, പേര് പറയപ്പെട്ട ശിഷ്യന്മാരല്ലെങ്കിൽ പോലും ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ കൂട്ടുവാൻ വേണ്ടി എണ്ണപ്പെട്ട ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ശിഷ്യനായിട്ട് തന്നെ നമുക്ക് കണക്ക് കൂട്ടാം. സിസ്റ്റർ ലിജിമോൾ കെ ചാണ്ടി, സിസ്റ്റർ അനിത സജിത്ത്, സിസ്റ്റർ ശാരദാമ്മ ദേവി, സിസ്റ്റർ ആൻസി ബിജു, സിസ്റ്റർ സുമതി ഭായ്, സിസ്റ്റർ സൂസൻ ഫിലിപ്പ് ചെറിയാൻ, ഇത്രയും പേരാണ് ഉത്തരങ്ങൾ അയച്ചിരിക്കുന്നത്. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾ അയച്ചവരിൽ നിന്നും ശരിയുത്തരം അയച്ച് വിജയികളായിരിക്കുന്നത് ആരൊക്കെയാണെന്ന് നോക്കാം. സിസ്റ്റർ ഡെൻസി ജോൺസൺ, സിസ്റ്റർ ഷീജ സണ്ണി, സിസ്റ്റർ സൂസൻ ജെയിംസ്, സിസ്റ്റർ ആനി മാത്യു, സിസ്റ്റർ ഗീതു ജസ്റ്റിൻ, സിസ്റ്റർ സൂസൻ ജെയിംസ്, സിസ്റ്റർ പ്രവീണ സുനിൽ, സിസ്റ്റർ ജെസ്സി ആൻ്റണി, സിസ്റ്റർ അനു ജോസ്, സിസ്റ്റർ പ്യാരി അജി, സിസ്റ്റർ അനുഷ ഷിഹാബുദ്ദീൻ, സിസ്റ്റർ സാറാമ്മ ഡേവിഡ്, സിസ്റ്റർ ജെമ്മി മാത്യു, സിസ്റ്റർ ഗീത വർഗീസ്, സിസ്റ്റർ മോളി ജേക്കബ്, സിസ്റ്റർ സാൻഡി പൊന്നച്ചൻ, സിസ്റ്റർ റെനി സാം, സിസ്റ്റർ ലിസി വിൻസെൻറ്റ്, സിസ്റ്റർ സുനിത ഷാജി, സിസ്റ്റർ സൂസമ്മ ജോസഫ്, സിസ്റ്റർ ബീന ജോർജ്, സിസ്റ്റർ ആശായെ, സിസ്റ്റർ ലിജിമോൾ കെ ചാണ്ടി, സിസ്റ്റർ അനിത സജിത്ത്, സിസ്റ്റർ ആൻസി ബിജു. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. വിജയികളാകാത്ത ആരും നിരാശരാകേണ്ട കാര്യമില്ല. ഇനിയും ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് മുൻപോട്ടുണ്ട്. ലേഖനങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവർക്കും വിജയികളാകാനുള്ള അവസരം ലഭിക്കുമെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ദൈവവചനം പഠിക്കുവാനായിട്ട് ഇത് മുഖാന്തരമായി തീരട്ടെ. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഒരുമിച്ച് ദൈവവചനം പഠിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ ആൾക്കാരൊക്കെ വന്ന് പങ്കെടുക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് കൂടുതലായിട്ട് ദൈവവചനം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ നിങ്ങളും പങ്കാളികളാകുക. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പുതിയൊരു വീഡിയോയിൽ കാണുമ്പോഴേയും കർത്താവിന്റെ ചിറകടിയിൽ നമ്മ ഒരുമിച്ച് മറയ്ക്കുമാറാകട്ടെ. ആമേൻ.
ആദ്യത്തെ ചോദ്യം, വിശുദ്ധന്മാരുടെ ഹൃദയം തണുപ്പിച്ചവൻ ആരാണ്? ഉത്തരം ഫിലേമോൻ. ഫിലേമോന്റെ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം. അടുത്ത